പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ കപ്പ കട്ട്ലേറ്റ് ആട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. കപ്പയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പുറമേന്ന് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയുടെ മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 2 ദിവസമായിട്ട് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് വീഡിയോ ഇത്രയും വൈകിയത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് തൊണ്ട കളഞ്ഞ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം. കപ്പയുടെ നടുക്ക് കൂടി ഒരു കട്ടിയുള്ള ഒരു നാരുണ്ടാവുമല്ലോ, അതില്ലാതെ കഷ്ണങ്ങളാക്കി എടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കപ്പ കംപ്ലീറ്റ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാഷ് ചെയ്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വേവണം കേട്ടോ. ഓരോ കപ്പ അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് സ്ട്രെയിൻ ചെയ്ത് ഇതേ രീതിയിലൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട്ലേറ്റിന്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ചൂടായ ശേഷം കടുക് 1/2 ടീസ്പൂൺ ഇട്ടെടുക്കുക. 2 ഇതള് വേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ടെടുക്കുക. രണ്ടും 2 ടീസ്പൂൺ വെച്ചാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് സവാള അരിഞ്ഞതാണ്. 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടെടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാടുന്നത് വരെ വഴറ്റി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി സവാള നന്നായിട്ടൊന്ന് ചുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറ്റു പൊടികൾ ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് പൊടികൾ ഇട്ടെടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള കപ്പ അതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യാം. കപ്പ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാൻ ഒട്ടും പണിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടിച്ചേർന്ന് ഷേപ്പായി കിട്ടിക്കോളും. ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു അടുപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ അളവിലും വലിപ്പത്തിലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കൈ വെച്ച് തന്നെ നിങ്ങൾ ഷേപ്പ് എടുത്താലും മതി കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്തതാ കേട്ടോ. പിന്നെ മൈദമാവിന്റെ ഒരു ബാറ്ററാണ് ഞാൻ തയ്യാറാക്കുന്നത്. മുട്ട കലക്കിയാലും മതി കേട്ടോ. 1/4 കപ്പ് മൈദമാവില് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്റർ റെഡിയായി. വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് ഒഴിക്കണ്ട. കുറച്ചായിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാതെ കിട്ടും. ഇനി നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കംപ്ലീറ്റ് മസാല ഞാനിപ്പോൾ കട്ട്ലേറ്റ് ആക്കിയിട്ടില്ല. ഇപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു 5-6 മാത്രം ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് മസാല അങ്ങനെ തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ പിന്നെ എപ്പോഴാണ് നമുക്ക് സൗകര്യം കിട്ടാന്ന് വെച്ചാൽ അപ്പൊ ചെയ്യാലോ. ആ മസാല കട്ട്ലേറ്റ് ആക്കിയില്ലെങ്കിലും അങ്ങനെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കപ്പ. അങ്ങനെ കംപ്ലീറ്റ് കട്ട്ലേറ്റ് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. ഞാൻ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. വല്ലാതെ കരിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി. ഇതിന്റെ ഉള്ളൊന്നും വേവാനില്ല. ജസ്റ്റ് അപ്പുറമൊക്കെ മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് നല്ല ബ്രൗൺ ആയി കിട്ടും കേട്ടോ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് കട്ട്ലേറ്റ് ഫ്രൈ ആയി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. കപ്പയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഓൾ.